ഹാഡിയേഴ്സ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ക്യുസാറ്റ് 2024 അവരുടെ MSc കെമിസ്ട്രിയുടെ സ്പോട്ട് അഡ്മിഷനായിട്ടുള്ള നോട്ടീസ് റിലീസ് ചെയ്തിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത് 12/7/2024 വെള്ളിയാഴ്ചയാണ്. ഇതിൻ്റെ വെന്യൂ എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അപ്ലൈഡ് കെമിസ്ട്രി ക്യുസാറ്റാണ്. അപ്പം ഞാൻ എല്ലാ സ്പോട്ട് അഡ്മിഷൻ്റെ സമയത്ത് ഈ വെന്യൂ പറയുമ്പോൾ നിങ്ങളോടൊരു സജഷൻ പറയാറുണ്ട്. നിങ്ങൾ ലൊക്കേഷൻ അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പിൽ നിങ്ങൾ അടിക്കുമ്പോൾ ജസ്റ്റ് ക്യുസാറ്റിൽ നിന്ന് മാത്രം അടിക്കരുത്. ഈ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണോ അങ്ങനെ അടിക്കുക. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അപ്ലൈഡ് കെമിസ്ട്രി ക്യുസാറ്റിൽ നിന്ന് അടിക്കുക കേട്ടോ. കാരണം ക്യുസാറ്റ് വലിയ ക്യാമ്പസാണ്. നിങ്ങൾ അല്ലെങ്കിൽ അവിടെ തപ്പി നടന്ന് നിങ്ങളുടെ സമയം പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ആ ഒരു ലൊക്കേഷൻ കൊടുത്തിട്ട് അവിടെ എത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇവിടെ രജിസ്ട്രേഷൻ പറഞ്ഞിട്ടുണ്ട് 1:30 മുതൽ 2:30 വരെയും ഈ ഒരു 12-ാം തീയതി രജിസ്ട്രേഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾ അവിടെ എത്താം കേട്ടോ. രജിസ്ട്രേഷൻ ടൈമിൽ നിങ്ങൾ എത്തിയില്ല, രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഈ റാങ്ക് ലിസ്റ്റിലുള്ള ആളാണ്, നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ പോലും സ്പോട്ടിൽ പങ്കെടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് രജിസ്ട്രേഷൻ ടൈമിനുള്ളിൽ തന്നെ എത്താം. ഇനി നമുക്ക് വേക്കൻസി പൊസിഷൻ ജനറൽ കാറ്റഗറി 3, ഓൾ ഇന്ത്യ കോട്ട 2, MSM 1 സീറ്റുകൾ വന്നേക്കുന്നതിൽ ക്യാറ്റ് റാങ്ക് 50 വരെ ഉള്ളവർക്ക് ചെല്ലാം. ഓക്കെ, അപ്പോൾ ജനറൽ കാറ്റഗറിയിലും ഓൾ ഇന്ത്യ കാറ്റഗറിയിലും റിസർവേഷൻ ഒന്നും പരിഗണിക്കാതെയായിരിക്കും അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അത് 50 വരെ റാങ്കുള്ള കുട്ടികളിൽ നിന്ന്. പിന്നെ MSM കാറ്റഗറിക്ക് ആ റിസർവേഷനുള്ള കുട്ടികൾ, ഏതെങ്കിലും ഒരു റിസർവേഷനിൽ വേക്കൻസി ഉണ്ടെങ്കിൽ ആ റിസർവേഷനുള്ള കുട്ടികളെ മാത്രമാണ് പരിഗണിക്കുകയുള്ളൂ കേട്ടോ. ഇപ്പോൾ നോക്കൂ, താഴേക്ക് SC ST 1 സീറ്റ്, ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ 2 സീറ്റ്, ഇൻ്റലക്ച്വലി ഡിസേബിളായ ഓട്ടിസം അങ്ങനെയുള്ള കുറച്ച് ഇൻ്റലക്ച്വലി ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളുടെ സീറ്റ് റിസർവേഷനിൽ 1 സീറ്റും, ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികൾക്ക് 1 സീറ്റും വന്നിട്ടുണ്ട്. അതിലിവിടെ പറയുന്നുണ്ട് കാൻഡിഡേറ്റ് ഫ്രം ഫുൾ റാങ്ക് ലിസ്റ്റ്, അതായത് ക്യാറ്റിൻ്റെ MSc കെമിസ്ട്രിയുടെ റാങ്ക് ലിസ്റ്റിൽ വന്നേക്കുന്ന എല്ലാവർക്കും ചെല്ലാം. പക്ഷേ ഓർക്കുക, ഈ റിസർവേഷൻ ഉണ്ടായിരിക്കണം കേട്ടോ. ചിലവർക്ക് അങ്ങനെ പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, എല്ലാവരെയും പരിഗണിക്കും എന്നുള്ളത്. അതായത് ക്യാറ്റ് റാങ്ക് ലിസ്റ്റിൽ ഈ റിസർവേഷനുള്ള എല്ലാവരെയും പരിഗണിക്കും ഈ സീറ്റുകളിലേക്കെന്നുള്ളതാണ് കേട്ടോ. ഇനി നിങ്ങൾ ഇതിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്, രജിസ്ട്രേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു 1:30 മുതൽ 2:30 വരെയുള്ള ടൈമിൽ തന്നെ ചെല്ലുക. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഇത് സ്പോട്ട് അഡ്മിഷനാണ്. നമുക്ക് ആ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ നമ്മൾ ഫീസ് അടയ്ക്കുകയും നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ ഒറിജിനൽ അവിടെ ഹാജരാക്കാൻ വേണം കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ട സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്യാറ്റിൻ്റെ അഡ്മിറ്റ് കാർഡ്, അത് ഉള്ളവർ അത് തന്നെ കൊണ്ടുപോവുക. പിന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തായാലും ആ ഒരു ആധാർ കാർഡ് നിങ്ങളൊന്ന് കയ്യിൽ വെച്ചു, അല്ലെങ്കിൽ എന്നുള്ളൊരു ഓപ്ഷനല്ല. ക്യാറ്റിൻ്റെ അഡ്മിറ്റ് കാർഡ് അവിടെ മാൻഡേറ്ററി ആയിട്ട് വേണ്ട ഒരു സർട്ടിഫിക്കറ്റ് തന്നെയാണ്. ഇനി ഇല്ല എന്നുള്ളവരുടെ കേസിൽ അത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തപ്പിയെടുക്കുക കേട്ടോ. ഞാനൊരു ഒഴിവ് കഴിവ് പറയാനുള്ളൊരു ഇതായിട്ട് പറയുന്നതല്ല. അത് ഉള്ളവർ അത് എങ്ങനെയാണെങ്കിലും തപ്പിയെടുക്കുക. ഇൻ കേസ് ഇനി ഇല്ല, അത്ര ഇതായിട്ടും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ആധാർ കാർഡ് ഒന്ന് കൊണ്ടുവല്ല. SSLC +2 അതുപോലെ തന്നെ BScയുടെ മാർക്ക് ലിസ്റ്റ് 1 മുതൽ 6 വരെയുള്ള സെമസ്റ്ററിൻ്റെ, പിന്നെ ഡിഗ്രിയുടെ മാർക്ക് ഷീറ്റ്, നമ്മുടെ സർട്ടിഫിക്കറ്റ്, TC CC, എന്തെങ്കിലും റിസർവേഷൻ നിങ്ങളിപ്പോൾ ഇതിൽ പറയുന്നുണ്ടെങ്കിൽ അത് പ്രൂഫ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകൾ, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആയിട്ട് 10th സർട്ടിഫിക്കറ്റിൽ നേറ്റിവിറ്റി പറയുന്നുണ്ട് കറക്റ്റായിട്ടെങ്കിൽ അത് മതിയാവും. ബർത്ത് സർട്ടിഫിക്കറ്റിനും നമുക്ക് SSLC സർട്ടിഫിക്കറ്റിൽ അത് കറക്റ്റ് പറയുന്നുണ്ടെങ്കിൽ അത് തന്നെ മതിയാവും. ഇൻകം സർട്ടിഫിക്കറ്റ് ഇപ്പോൾ OBC NCL ഉള്ളവരാണെങ്കിൽ അത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളവർക്ക് മതി. ഇനിയിപ്പോൾ OBC NCL സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിൽ ഇൻകം പറഞ്ഞിട്ടുണ്ടാവും, EWS സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതിൽ ഇൻകം പറഞ്ഞിട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവരൊന്നും വേറെ ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. ഇൻകം സർട്ടിഫിക്കറ്റ് ആർക്കാണ് വേണ്ടതെന്നുള്ളത് പ്രോസ്പെക്ടസിലുണ്ട്. അങ്ങനെയുള്ളവർ മാത്രം ഇൻകം സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയാൽ മതി. പിന്നെ ആധാർ കാർഡ്, ഓക്കെ, ഇവിടെ ആധാർ കാർഡ് ഒരു രേഖയായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആധാർ കാർഡും കൊണ്ടല്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ 2 കോപ്പിയും പിന്നെ 2 ഫോട്ടോയും ഒക്കെ നിങ്ങളൊന്ന് കയ്യിൽ കരുതിക്കോ കേട്ടോ. ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അത് ചോദിച്ചേക്കാം, നിർബന്ധമില്ല. പക്ഷേ അത് ചോദിക്കുമ്പോൾ ഇല്ലെങ്കിൽ പാടല്ലേ. സാധാരണ അങ്ങനെ ഒരു നമ്മൾ ഇങ്ങനെ ആ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ 2 കോപ്പീസും എല്ലാത്തിൻ്റെയും നമ്മൾ വെക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് നിങ്ങൾ കയ്യിൽ കരുതാം കേട്ടോ. 2 കോപ്പീസ് സെൽഫ് അറ്റസ്റ്റഡ് ചിലപ്പോൾ ചോദിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ടൈമിൽ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാതെ നിങ്ങൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ 2 കോപ്പീസ്, ഒറിജിനലിൻ്റെ എല്ലാത്തിൻ്റെ 2 കോപ്പീസ് കയ്യിൽ കരുതാം. 2 ഫോട്ടോഗ്രാഫ്സും കൂടി കയ്യിൽ കരുതിയേക്കാം കേട്ടോ അഡ്മിഷൻ എടുക്കാനായിട്ട്. പിന്നെ ഫീസ് ഇവിടെ ജനറൽ MSM ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികൾ TGയുടെയും IDCയുടെ ഒക്കെ 10,750 ഫീസ് വരുന്നത്. ഓൾ ഇന്ത്യ കോട്ടയ്ക്ക് 11,500, SC STയുടെ 1,500 മാത്രമാണ് വരുന്നത്. പിന്നെ നമുക്കൊരു DDFും അതുപോലെ തന്നെ ഒരു PTA ഫണ്ടൊക്കെ വരുന്നുണ്ട്. ഒരു 3,050 വരാറുണ്ട്. അതും കൂടി കയ്യിൽ കരുതിക്കോളൂ കേട്ടോ. ചിലപ്പോൾ അത് നിങ്ങളോട് പിന്നെ ആയിരിക്കും അടക്കാൻ പറയുന്നത്. ചിലപ്പോൾ ഒരു സമയം തരും.
എന്തായാലും ഈ പറഞ്ഞ ഫീസ് തീർച്ചയായിട്ടും അന്ന് തന്നെ അടക്കേണ്ടതായിട്ട് വരും കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്കൊന്ന് വൈകിട്ട് വരെ സമയം തന്നേക്കാവുന്ന മാത്രമേ ഉള്ളൂ. നമ്മൾ ഓൺലൈനായിട്ടാണ് അടക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓൺലൈൻ പേയ്മെൻ്റ് ആയിട്ട് അടക്കാവുന്ന രീതിയിൽ ക്യാഷ് കയ്യിൽ കരുതാം കേട്ടോ. സാധാരണ അങ്ങനെയാണ് പറയുന്നത്. ഇത് പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ നമ്മുടെ ഫീ പേയ്മെൻ്റ് എല്ലാം തന്നെ ഓൺലൈനായിട്ടാണ് കിസാറ്റ് നടത്തുന്നത്. പിന്നെ ഇതിലിപ്പോൾ കൂടുതലായിട്ടൊന്നുമില്ല അല്ലേ. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഫോൺ നമ്പർ കൊടുത്തിട്ടില്ല. ജസ്റ്റ് ഗൂഗിളിൽ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അപ്ലൈഡ് കെമിസ്ട്രി ഇത് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോൺ നമ്പർ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം. ചിലപ്പോൾ നിങ്ങൾക്ക് മെയിലോ അല്ലെങ്കിൽ പ്രൊഫൈലിൽ ഇൻവിറ്റേഷനോ ഒക്കെ വന്നിട്ടുണ്ടാവും. ഇനി അങ്ങനെയൊന്നും വന്നിട്ടില്ലെങ്കിൽ പോലും ഇതൊരു അറിയിപ്പായിട്ട് എടുത്തിട്ട് ഈ ഒരു നമ്പറിലുള്ള കുട്ടികൾ ചെല്ലുക. പിന്നെ ഞാൻ പറയുന്നത് ഈ 1 മുതൽ 50 എന്ന് പറഞ്ഞാലും 51 റാങ്കുള്ള ആളും ഒന്ന് നോക്കിയേക്കാം. മെയിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടോ സ്പോട്ടിൽ പങ്കെടുക്കാനുള്ളതെന്നൊന്ന് നോക്കിയേക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ. താങ്ക് യു.